ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2019 ടാറ്റ ഇന്ത്യയിൽ ഹാരിയർ എന്ന് പറഞ്ഞ അവരുടെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള പുതിയ ഡിസൈനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു വാഹനം ഇറക്കുന്നത്. അന്ന് ഭയങ്കര പോപ്പുലർ ആയിരുന്നുവെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ ഈ വണ്ടി അത്ര ഒരു ഗംഭീര സക്സസ് ഉണ്ടാക്കിയ ഒരു വണ്ടി ആയിരുന്നില്ല. കാരണം പവർ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരുന്നെങ്കിലും 140 bhp ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് കുറച്ച് കുറവായിരുന്നു. സൺറൂഫ് ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. അതിനൊക്കെ ശേഷം പിന്നെ 2020 അവർ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇറക്കി. അതിനകത്ത് പാനോറാമിക് സൺറൂഫ് കൊടുത്തു, കുറച്ചും കൂടെ വലിയ വീൽസ് കൊടുത്തു, പിന്നെ കുറച്ചും കൂടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുത്തു. അങ്ങനെ എല്ലാം ഇറക്കിയതിന് ശേഷമാണ് ഈ വാഹനം കുറച്ചും കൂടെ ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ കൂടെ അവരൊരു 6 ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും കൂടെ 2020 കൊടുത്തു. അത്രയും കാലം മാനുവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 170 bhp ആക്കി, സെയിം നമ്മുടെ കോമ്പസിൻ്റെ അതേ സ്പെക്ക് വെച്ച്. അത് കഴിഞ്ഞ് പിന്നെ 2023 ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു. അതാണ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മേജർ ഫേസ് ലിഫ്റ്റ് തന്നെയായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ മാറ്റങ്ങൾ വന്നു. ടാറ്റയുടെ ഏറ്റവും പുതിയ ടെക്നോളജി എല്ലാം ആ രണ്ട് വാഹനങ്ങളിലേക്ക് വന്നു. അതായത് നമ്മുടെ ഹാരിയർ, സഫാരി. പിന്നെ ഒരുപാട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് വന്നു. എൻജിൻ പവർ ട്രെയിൻ ഓപ്ഷൻസിൽ വലിയ വ്യത്യാസം വന്നില്ലെങ്കിലും കുറച്ചും കൂടെ ആൾക്കാർക്ക് അപ്പീലിംഗ് ആയി. അതിനുശേഷം ഈ അടുത്തായിട്ട് നമ്മുടെ ഹാരിയർ EVയും വന്നായിരുന്നു. അതിൻ്റെ അകത്ത് ടാറ്റയുടെ ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ മഹീന്ദ്രയുടെ BE6, XEV90 തുടങ്ങിയ രണ്ട് വാഹനങ്ങളിലുള്ള എല്ലാ ഫീച്ചേഴ്സും ടാറ്റയുടേതായിട്ടുള്ള രീതിയിൽ അവർ ഇതിനകത്ത് കൊടുത്തു. കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതും വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു വാഹനമായിട്ടാണ് ടാറ്റ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിലും കൂടിയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹാരിയറിൻ്റെയും സഫാരിയുടെയും പുതിയ ജനറേഷൻ മോഡലിനെ പറ്റിയാണ്. 2019 വന്നിട്ട് ഇതുവരെ ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല. പിന്നെ ഈ സഫാരി പുതിയ ജനറേഷൻ മോഡൽ 2021 വന്നപ്പോഴും ആൾക്കാരുടെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ്, ഇത്രയും കാലം വരെ ഒരു സഫാരി ലാഡർ ഫ്രെയിം ഷാസിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൽ 4 വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓഫ് റോഡ് വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. പക്ഷേ പുതിയ വണ്ടി വന്നപ്പോഴേക്കും ജസ്റ്റ് ഒരു ഹാരിയർ 7 സീറ്ററിനെ ഒരു സഫാരി എന്ന് പറഞ്ഞ പേരിൽ, അതായത് ആ ഒരു ലെജൻഡറി പേരിട്ട് വിളിച്ചു എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും കുറ്റം. അതുകൊണ്ട് തന്നെ ടാറ്റ ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ മോഡലിൽ കുറച്ചധികം വ്യത്യാസങ്ങൾ വരുത്താൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ലാൻഡ് റോവറിൻ്റെ D8 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒമേഗ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അതിനകത്താണ് ഹാരിയറും സഫാരിയും അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പുതിയ ജനറേഷൻ മോഡലിലേക്ക് വരുമ്പോഴേക്കും പ്ലാറ്റ്ഫോം മാറും. ഈ പ്ലാറ്റ്ഫോം ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പുതിയ ആർക്കിടെക്ചർ ആയിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരൊന്നും ഒരു ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും D8 ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം നമ്മുടെ മഹീന്ദ്രയുടെ ഇനി ഓഗസ്റ്റ് 15 അവരൊരു പ്ലാറ്റ്ഫോം കാണിക്കും. അതിൻ്റെ അകത്ത് അത് വളരെ എന്താ പറയുക, കോമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഹൈബ്രിഡ്, ഇലക്ട്രിക്, ഡീസൽ, പെട്രോൾ തുടങ്ങിയ എല്ലാ പവർ ട്രെയിൻ ഓപ്ഷൻസും അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ടാറ്റ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം നിലവിൽ അവർ ഹാരിയറിനും സഫാരിക്കും വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മിക്കവാറും ഫ്യൂച്ചറിൽ വേറെയും പ്രൊഡക്ട്സ് വരുമായിരിക്കും. കാരണം ഒറ്റ വാഹനത്തിന് വേണ്ടി, അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ജസ്റ്റ് 2 വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം, അത് ഇത്ര എക്സ്പെൻസീവ് വണ്ടികൾക്ക് വേണ്ടി മാത്രം ഒരു കമ്പനിയും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാറില്ല. അതും ഇത്രയും പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. സോ എന്തായാലും വേറെ വാഹനങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബൈ ദ വേ, ഇവരുടെ ഈ 2 പുതിയ ജനറേഷൻ വണ്ടികളുടെയും കോഡ് നെയിം വന്നിരിക്കുന്ന ടോറസ് ആൻഡ് ലിയോ എന്നാണ്. അതാണ് ഹാരിയറിൻ്റെയും സഫാരിയുടെയും കോഡ് നെയിം. അതായത് ജസ്റ്റ് ഇൻറ്റേർണൽ പേരാണ്. പുതിയ വണ്ടികൾ വരുമ്പം എന്തായാലും എക്സിസ്റ്റിംഗ് പേരുകളിലൊക്കെ തന്നെയായിരിക്കും വരുന്നത്. ഇത് എന്നത്തേക്ക് വരും എന്ന കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്ലാറ്റ്ഫോം മാറുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഡൈമെൻഷൻസിലും ഓവറോൾ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 100 to 200 mm അടുത്ത് നമുക്ക് ലെങ്ത്തിൽ വ്യത്യാസം പ്രതീക്ഷിക്കാം. ഹാരിയർ ഇപ്പോൾ 4.6 മീറ്റേഴ്സിന് തൊട്ട് താഴെയായിട്ടാണ് നിൽക്കുന്നത്. സഫാരി 4.7 മീറ്റേഴ്സിന് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. സോ അതിലും കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഉള്ളതിലും കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ആയിരിക്കും അവർ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. അതിപ്പോൾ ഇൻറ്റീരിയറിലാണെങ്കിലും മൊത്തത്തിൽ പവർ ട്രെയിൻ ഓപ്ഷൻസ് റിലേറ്റഡ് ആണെങ്കിലും. പിന്നെ ടാറ്റ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ എന്ന് പറയുമെങ്കിലും ഹൈബ്രിഡൊക്കെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുമെങ്കിലും ഹൈബ്രിഡിനെ പറ്റി ടാറ്റ ഇതുവരെ സംസാരിച്ചിട്ടില്ല എവിടെയും. അവർ ഹൈബ്രിഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുമില്ല. കാരണം ടാറ്റ ഇപ്പോഴും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് ഇനിയിപ്പോൾ ഇറക്കാൻ പോകുന്ന മഹീന്ദ്രയാണ്. അവർ ഇലക്ട്രിക്കും പെട്രോളും ഡീസലും എല്ലാം ഇറക്കുന്നുണ്ടെങ്കിലും ഹൈബ്രിഡിലും വർക്ക് ചെയ്യുന്നു എന്നാണ് മഹീന്ദ്ര ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിനി കാണിക്കാൻ പോകുന്ന ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ NFA എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് മഹീന്ദ്ര ഇറക്കുന്നത്. അതിൻ്റെ അകത്ത് അവർ ലേറ്റർ സ്റ്റേജിൽ ഹൈബ്രിഡ് വാഹനങ്ങൾ ഇറക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് മഹീന്ദ്രയിലേക്ക് പോകണ്ട. ടാറ്റയിൽ തന്നെ വരികയാണെങ്കിൽ ഹാരിയറിൻ്റെയും സഫാരിയുടെയും അപ്ഡേറ്റില്ല. അതിപ്പോൾ ജനറേഷൻ അപ്ഡേറ്റ് വരണമെന്നില്ല. അതിന് മുന്നേ തന്നെ സത്യത്തിൽ അവർ പെട്രോൾ എഞ്ചിൻ ഇതിനകത്ത് കൊടുക്കേണ്ടതായിരുന്നു. 2023 ഓട്ടോ എക്സ്പോയിൽ അവർ ആദ്യം ഒരു പെട്രോൾ എഞ്ചിൻ പുതിയത് കാണിച്ചായിരുന്നു. അതായത് 2 എഞ്ചിൻ കാണിച്ചായിരുന്നു. TGD എഞ്ചിൻസ് ആണ് അവർ കാണിച്ചത്. ഒന്നൊരു 1.2 ലിറ്റർ TGD ആയിരുന്നു. അതാണ് നമുക്ക് കർവിൽ കിട്ടിയത്. പിന്നെ ഒരു 1.5 ലിറ്റർ TGD ആണ്. അതിനിപ്പോൾ CRIയിൽ വരുമെന്ന് പറയുന്നുണ്ട്. വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇത് ശരിക്കും ഹാരിയർ, സഫാരി തുടങ്ങിയ വാഹനങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ 170 PS പവറും 280 Nm ടോർക്കൊക്കെ ഇത് അവരന്ന് പറഞ്ഞനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. പിന്നെ ഈ എഞ്ചിൻ വരാൻ ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം അവർക്ക് ഇതെന്തായാലും ഇറക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് ഇറക്കണം എന്നുള്ള രീതിയിലാണ് ടാറ്റ പറയുന്നത്.
1.5 നേരത്തെ ഇറക്കി, പക്ഷേ അത് 1.2 റെവോട്രോൺ, അതായത് MPFA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിരുന്നെങ്കിലും ആ സെഗ്മെൻറ്റിലുള്ള മറ്റ് ടർബോ പെട്രോൾ എഞ്ചിൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിൽ ഒരു ആവറേജ് എഞ്ചിനാണ്. ഇപ്പോൾ ഫോക്സ്വാഗൻ്റെ 1 ലിറ്റർ TSI ആയിക്കോട്ടെ, നമ്മുടെ ഹ്യുണ്ടായുടെ 1 ലിറ്റർ TGD ആയിക്കോട്ടെ, ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിൽ അത് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ എന്തായാലും 1.5 TGDയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇത് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഫോക്സ്വാഗൻ്റെ 1.5 TSI, ഹ്യുണ്ടായുടെ 1.5 TGD തുടങ്ങിയ വാഹനങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ പിന്നെ അവരിറക്കുമ്പം അതും ആവറേജ് എഞ്ചിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ടൈം എടുക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടർബോയുടെ കൂടെ അവർ 1.5 എണ്ണയും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സെയിം 1.5 എഞ്ചിൻ്റെ കൂടെ തന്നെ ടർബോ എടുത്ത് കളഞ്ഞിട്ട് ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോം, അത് നമുക്ക് സിയറയിൽ കിട്ടുന്നതായിരിക്കും. ഹാരിയറിലും സഫാരിയിലൊന്നും എന്തായാലും അത് വരില്ല, പക്ഷേ ടർബോ പെട്രോൾ തീർച്ചയായും കിട്ടുന്നതായിരിക്കും. അത് ജനറേഷൻ അപ്ഡേറ്റിൽ ഉറപ്പായിട്ടും വരും. അതിന് മുന്നേ വരുമായിരുന്നു നല്ലതായിരുന്നു, കാരണം ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പല മാർക്കറ്റുകളിലും അധികം ആൾക്കാർ, അതായത് പല സ്റ്റേറ്റ്സിലും ഡീസൽ ഇപ്പോൾ അവരധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഡൽഹിയിലൊക്കെ ഇപ്പോൾ കുറേ കാലമായി. അതുകൊണ്ട് തന്നെ ഡീസൽ വാഹനങ്ങൾ അവിടെ വാങ്ങുന്ന ഓൾമോസ്റ്റ് ആൾക്കാർ ഒരു പരിധിവരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്രോൾ കൊണ്ടുവന്നാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ഇവരിനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ ഹാരിയറിൻ്റെയും സഫാരിയുടെയും പുതിയ ജനറേഷനെ പറ്റി കിട്ടിയിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.